അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ ശ്രീ ഭഗവതി, എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ലോട്ടറിയെ കുറിച്ചാട്ടോ, ഓണം ബമ്പറിനെ കുറിച്ച്. ഇത്തവണത്തെ ഓണം ബമ്പർ 2026 ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയായ 30 കോടി രൂപയാണ്. ടിക്കറ്റ് വില ഏതാണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ 500 രൂപ തന്നെയാണ്. 2026 സെപ്റ്റംബർ 26 ഇതിന്റെ നറുക്കെടുപ്പ് നടക്കുമെന്നാണ് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്നാം സമ്മാനമായിട്ട് 30 കോടി രൂപ ഒരു ഭാഗ്യവാന് കിട്ടും. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക് കിട്ടും. മൂന്നാം സമ്മാനം 25 ലക്ഷം രൂപ വീതം 20 പേർക്ക് കിട്ടും. അപ്പോൾ ടിക്കറ്റ് വില 500 രൂപ. ഇത് ലോട്ടറിയുടെ പരസ്യമൊന്നും അല്ല കേട്ടോ. ഈ ഓണം ബമ്പർ എന്ന് പറയുന്നത് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയും ഒരു ആശ്വാസവും എല്ലാം ചേർന്നിട്ടുള്ള ഒന്നാണ്. എല്ലാ കൊല്ലവും ഞാനും ഈ ഓണം ബമ്പർ എടുക്കും. വേറെ ബമ്പറുകളൊന്നും എടുക്കാറില്ല, ഓണം ബമ്പർ മാത്രം എടുക്കും. കുറ്റം പറയരുതല്ലോ, ടിക്കറ്റ് വിലയേക്കാളും കൂടുതൽ നമുക്ക് കിട്ടും. അതായത് എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം കിട്ടും. ഓരോ വർഷവും ലോട്ടറി ആർക്കാണ് കിട്ടാൻ സാധ്യതയുള്ളത് എന്നുള്ള ഭാഗ്യവാനെ കുറിച്ചൊക്കെ നമ്മൾ ചിങ്ങമാസം ആവുമ്പം തന്നെ ഒന്ന് രാശി വെച്ച് നോക്കും. നമ്മുടെ നക്ഷത്രം എങ്ങാനും ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടില്ലേ എന്നുള്ള രീതിയിൽ. പക്ഷെ പലപ്പോഴും നമ്മുടെ നക്ഷത്രം അങ്ങനെ കാണാറില്ല. എങ്കിലേ എടുക്കും. ദൈവത്തിന്റെ മുന്നേ അതിന് പൂജിച്ചു വെച്ചേക്കും. ഒരു ചെറിയ തുക കിട്ടും, അത് സന്തോഷം. അങ്ങനെയാണ്. അപ്പൊ ഇത്തവണ എടുക്കണുണ്ട്. ഇതൊരിക്കലും എടുത്തിട്ടില്ല, കുറച്ചുകൂടി പോട്ടെ എന്നിട്ട് എടുക്കാം. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വർഷം ഓണത്തിന് ബമ്പർ അടിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളെ കുറിച്ചാണ്. അപ്പോ ഭാഗ്യം വർദ്ധിച്ചു വന്നിരിക്കുന്ന ഏറ്റവും നല്ല ഭാഗ്യസ്ഥാനങ്ങൾ തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങളെയാണ് ഇവിടെ പരിഗണിക്കുക. അപ്പോ അതില് ഉത്തമത്തിലുണ്ട്, മധ്യമത്തിലുണ്ട്, അധമത്തിലുണ്ട് നക്ഷത്രങ്ങൾ. അതിൽ ഉത്തമസ്ഥാനമുള്ള നക്ഷത്രങ്ങൾക്ക് കൂടുതൽ സാധ്യത, മധ്യമസ്ഥാനങ്ങളിലുള്ള നക്ഷത്രങ്ങൾക്ക് ഒരു മധ്യമം എന്ന് പറഞ്ഞാൽ ഒരു ഉപരി സമ്മാനങ്ങൾ കിട്ടും. ഉത്തമത്തിൽ നിൽക്കുന്നവർക്ക് വലിയ സമ്മാനങ്ങൾ അടിക്കും. അധമസ്ഥാനത്തുള്ളവയ്ക്ക് കുറച്ച് പ്രയാസമാണ്. പിന്നെ നല്ല ഭാഗ്യമുള്ള ഓരോരുത്തർക്കും ഓരോ ഭാഗ്യസ്ഥാനമല്ലേ, അതുകൊണ്ട് സമാശ്വാസ സമ്മാനങ്ങളിലേക്കൊക്കെ അവരെത്തിച്ചേരും. അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് പറഞ്ഞോട്ടെ, ഇതൊക്കെ ഒരു പ്രതീക്ഷയാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞാ, അശ്വതി നക്ഷത്രത്തില് ലക്ഷക്കണക്ക് പേര് കാണുമല്ലോ. അതില് ഒരാൾക്കാർക്ക് അത് കിട്ടുക. അശ്വതി നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും കിട്ടുമോ? ഇല്ല. പക്ഷെ അശ്വതി നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും അതിനൊരു പ്രതീക്ഷ ഉണ്ടാവും, എനിക്കാവും ഇത് എന്നുള്ളത്. പക്ഷെ ഒരു ഭാഗ്യവാനേ അത് കിട്ടുള്ളൂ. അതുപോലെ ഇവിടെ ഇപ്പൊ ഞാൻ ചില നക്ഷത്രങ്ങൾക്ക് ഉത്തമവും മധ്യമവും നീചവും പറയുകയാണെങ്കിലോ, മറ്റൊരു വീഡിയോയില് നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ ഭാഗ്യത്തെ ആകർഷിക്കുന്ന രീതിയും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആരും ലോട്ടറി എടുക്കാൻ മടിക്കണ്ട. ലോട്ടറി എടുത്ത് ശീലമുള്ള ആരും മടിക്കണ്ട. അടുത്ത വീഡിയോയില് നിങ്ങൾ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ചെറിയൊരു സമ്മാനമെങ്കിലും ആകർഷിച്ചു കൊണ്ടുവരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. അവർക്ക് ഒരു തരിയെങ്കിലും ഭാഗ്യം മിച്ചമുണ്ടെങ്കിൽ ആ ഭാഗ്യത്തെ മുൻനിർത്തിയിട്ട് അവർക്ക് ഒരു ചെറിയ സമാശ്വാസ സമ്മാനമെങ്കിലും കിട്ടാനുള്ള മാർഗത്തെ പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും ഇത്തവണ സാധ്യത കൂടുതലുള്ള നക്ഷത്രങ്ങള് അശ്വതി, ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, ആയില്യം, പൂരം, ഉത്രം, അത്തം, വിശാഖം, അനിഴം, മൂലം, തിരുവോണം, അവിട്ടം, പൂരുരുട്ടാതി, രേവതി. ഈ നക്ഷത്രങ്ങൾക്കാണ് ഏറ്റവും അധികം സാധ്യതകളുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് കേട്ട് ഇതിൽ പെടാത്ത നക്ഷത്രക്കാർ വിഷമിക്കുകയൊന്നും വേണ്ട. അവർക്ക് ഇത് ആകർഷിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിലൂടെ പറഞ്ഞുതരാം. പക്ഷെ ഏറ്റവും കൂടുതൽ സാധ്യത രാശിയിൽ തെളിഞ്ഞത്
ഈ നക്ഷത്രങ്ങൾക്കാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട്. മാത്രമല്ല, ഈ നക്ഷത്രങ്ങളില് ചില നക്ഷത്രങ്ങൾക്ക് സാധ്യത കൂടുതലുണ്ട്. അത് അശ്വതി, പൂയം, ആയില്യം, രേവതി ഈ നക്ഷത്രങ്ങൾക്ക് കൂടുതൽ സാധ്യതയും നിലനിൽപ്പുണ്ട്. അപ്പൊ അവർക്ക് അതിൽ ചിലർ ചിലപ്പോൾ എന്തെങ്കിലും കാരണത്താൽ ലോട്ടറി എടുക്കാതിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ലോട്ടറി എടുക്കണം. ഇത്തവണ ഒരു കടാക്ഷം, ധനലക്ഷ്മിയുടെ ഒരു കടാക്ഷം നമുക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതിനെ പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ട് 500 രൂപയാണ് ടിക്കറ്റിന്റെ വില. കിട്ടണമെങ്കിൽ വളരെ നല്ലതല്ലേ, അല്ലേ? നമ്മുടെ ഒരു ജീവിതത്തിന്റെ വലിയൊരു മുഖം തന്നെ മാറുന്ന ഒരവസ്ഥ വരും. അത് ഗുണകരമാണ്. ഇനി കിട്ടാതെ പോയാലോ? ഇനി ലോട്ടറി എടുത്തു, നമ്മൾ കുറെ പ്രതീക്ഷ വെച്ചു, കിട്ടാതെ പോയാലോ? പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയില്ല എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ തവണ കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണ കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കാണണം. തുടർച്ചയായിട്ട് ലോട്ടറി എടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ ബമ്പർ ലോട്ടറികളൊക്കെ ഒരുപാട് സമ്മാനങ്ങളിൽ അടിക്കാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് ഞാൻ പറയും, ഒരു പരീക്ഷണം, ഭാഗ്യപരീക്ഷണമുള്ള ഒരു ബമ്പറായിട്ട് ലോട്ടറികൾ എടുക്കണമെങ്കിൽ കുഴപ്പമില്ല, അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ചിലരുണ്ട്, ഒരു ജോലി കഴിഞ്ഞ് വന്നാൽ ആ കിട്ടുന്ന കാശിന്റെ പകുതി ലോട്ടറിക്ക് വേണ്ടി വിനിയോഗിക്കും. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെയൊക്കെ എനിക്കറിയാം. അതൊന്നും ഞാൻ പറയില്ല. അതൊരു ഗാംബ്ലിംഗ് സ്വഭാവമുള്ള, ഭാഗ്യത്തിൽ മാത്രം പ്രതീക്ഷിച്ചിട്ടുള്ള ജീവിതം എന്നേ പറയാൻ പാടുള്ളൂ. അത് വല്ല ചിട്ടി കൂടിയോ മറ്റൊക്കെ നമുക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ സമാശ്വാസ സമ്മാനങ്ങൾ കിട്ടുന്നതിനേക്കാൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള വേയിൽ പൈസ ഉണ്ടാക്കാം. ഇത്രയും ലോട്ടറി എടുത്ത് പൈസ കളയുന്നത് അത് പാടില്ല. എന്തായാലും ലോട്ടറി ബമ്പർ നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും എടുത്തിരുന്നാൽ, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർ എടുത്താൽ വളരെ നല്ലത്. പിന്നെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കാത്ത ചില നക്ഷത്രക്കാരുണ്ടല്ലോ, അവർക്കത് അടിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ലോട്ടറി അവർക്ക് കിട്ടില്ല എന്നല്ല പറയുന്നത്. അവർക്കത് ആകർഷിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ചില മാർഗങ്ങളുണ്ട്. അധികം വൈകാതെ തന്നെ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാം. ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എടുത്ത ലോട്ടറിയിലേക്ക് കൂടുതൽ സാധ്യതകൾ, ആകർഷണത്വം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അത് ഈ ഓണം ബമ്പറിന് വേണ്ടിയിട്ടാണ്, എല്ലാ ലോട്ടറിക്കും വേണ്ടിയിട്ടല്ല. കാര്യം ഈ ചിങ്ങമാസത്തിന് അങ്ങനത്തെ ചില പുണ്യങ്ങളുണ്ട്. അതിന് മുൻഗണനാക്രമത്തിൽ വച്ചിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ലോട്ടറി എടുക്കുന്ന ചിലർക്കൊക്കെ ചില പ്രയാസങ്ങൾ, അതായത് എന്റെ നക്ഷത്രം ഈ തിരുമേനി പറഞ്ഞില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല, എടുക്കൂ, നമുക്കതിനുള്ള ഗുണം വരും. പിന്നെ ഞാൻ ചില നക്ഷത്രത്തിന് ഗുണം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് തന്നെ അത് കിട്ടണമെന്നല്ല പറയണത്, അതിൽ ഒരാൾക്ക് അതിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഇതൊരു പുതിയ ചാനൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോത്സാഹനമൊക്കെ വേണം. ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പൊ എല്ലാവർക്കും ഭാഗ്യം വർദ്ധിച്ച് അവരുടെ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും ഈ പ്രകൃതി ഈശ്വരി തന്നെ കാട്ടിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു. എല്ലാവർക്കും ലോട്ടറി അടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അങ്ങനെ സംഭവിക്കില്ല. എങ്കിലും ഭാഗ്യസ്ഥാനം വർദ്ധിച്ച് എല്ലാവർക്കും അത് ലഭ്യമാകട്ടെ. അതിനു വേണ്ടിയിട്ട് ലോട്ടറി എടുത്തേ പറ്റുള്ളൂ. അപ്പൊ അതും ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ പൂർത്തീകരിക്കണു. അമ്മേ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം